സിനിമാസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. ബാക്ക് റൂംസ് കണ്ടു. എന്താ പറയുക, ചില സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഈ ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് കിട്ടണമെന്നില്ല. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആലോചിച്ചുകൊണ്ടിരിക്കും, ഇതെന്തായിരിക്കും അങ്ങനെ, എന്തായിരിക്കും ഇങ്ങനെ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു സിനിമ എന്നൊക്കെ പറയില്ലേ, അപ്പം അങ്ങനെ ഒരു ജോണറിൽ വരുന്നൊരു സിനിമയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, പിന്നെ ഇതിൻ്റെ DCP ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. വെൽക്കം ടു സിനിമയും ഞാനും. ബാക്ക് റൂം ഒരു ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ മൂവിയാണ്. 1.85:1 ആണ് ഇതിൻ്റെ ഒറിജിനൽ ആസ്പെക്ട് റേഷ്യോ വരുന്നത്. കുറച്ച് ഫൗണ്ട് ഫൂട്ടേജ് സീക്വൻസുകളുണ്ട്. അത് വരുമ്പോഴേക്കും പില്ലർ ബോക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 2024 ഇറങ്ങിയ ഹൊറർ സിനിമകളിൽ ഒബ്സഷൻ വലിയൊരു ഗ്ലോബൽ സക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിൽ വന്ന A24ന്റെ ബാക്ക് റൂംസ് എന്ന് പറയുന്ന സിനിമയും വലിയൊരു സക്സസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഈ സിനിമ കൂടുതൽ ആളുകളായിട്ട് കണക്ട് ആവുന്നത് എന്നതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2010 കാലഘട്ടങ്ങളിലേക്ക് പോകണം. അപ്പോൾ അന്ന് ഇന്റർനെറ്റ്, സൈബർ സ്പേസിൽ നിലനിന്നിരുന്ന രണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് ക്രീപ്പി പാസ്റ്റ എന്ന് പറയുന്നതും, രണ്ട് ബാക്ക് റൂംസും. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. ഈ സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ അറിയുന്നത് ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനെ നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ ഈ ക്രീപ്പി പാസ്റ്റ എന്ന് പറയുന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൊറർ സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മോഡേൺ കമ്പ്യൂട്ടർ വേർഷനാണ് ക്രീപ്പി പാസ്റ്റ എന്ന് പറയുന്നത്. ഓൺലൈനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഷെയർ ചെയ്തിരിക്കുന്ന കഥകളുണ്ടല്ലോ, അതാണ് ഈ ക്രീപ്പി പാസ്റ്റ. നമ്മൾ കമ്പ്യൂട്ടറിൽ കട്ട് കോപ്പി പേസ്റ്റ് എന്ന് പറയുമല്ലോ, അപ്പോൾ ഇതുപോലെ ഈ ക്രീപ്പി ആയിട്ടുള്ള കഥകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേസ്റ്റ് ചെയ്ത് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന അതിനാണ് ക്രീപ്പി പാസ്റ്റ എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത്. ഈ ക്രീപ്പി പാസ്റ്റ സിമ്പിളാണ്. നിങ്ങൾ ഈ സ്ലെൻഡർമാൻ ഒക്കെ ഉണ്ടല്ലോ, കണ്ണും മൂക്കൊന്നും ഇല്ലാത്ത ആ നീളം രൂപമൊക്കെ ഉണ്ടല്ലോ, അത് ഈ ക്രീപ്പി പാസ്റ്റയുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ആൻഡ് ബാക്ക് റൂംസ് ഈ ക്രീപ്പി പാസ്റ്റയിൽ തുടങ്ങി വൻ തരംഗമായി മാറിയിട്ടുള്ള ഒരു ഹൊറർ ഐഡിയ ആണ് ബാക്ക് റൂംസ് എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോ ഗെയിമിലൊക്കെ ചില ക്യാരക്ടേഴ്സൊക്കെ ഒരു ഭിത്തിയുടെ ഉള്ളിലേക്ക് ഒരു ബഗ്ഗൊക്കെ വന്ന പോലെ ഒന്നെങ്കിൽ ഭിത്തിയുടെ അപ്പുറത്തേക്ക് പോകുക, അല്ലെങ്കിൽ താഴത്തേക്കൊക്കെ പോകുന്നതാണെന്നില്ല, അവർ തടസ്സമൊന്നും ഇല്ലാതെ പെട്ടെന്ന് പോകുന്നത് നോ ക്ലിപ്പിംഗ് എന്ന് പറയും. ഇതുപോലുള്ള നോ ക്ലിപ്പിംഗ് ആയിട്ടുള്ള ഈ ഒരു ഐഡിയ ആണ് ബാക്ക് റൂംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാക്ക് റൂംസ് എന്ന് പറയുന്നത് യെല്ലോ കളറിൽ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതിനൊരു അറ്റമില്ല. അതായത് നമ്മളിങ്ങനെ നടക്കും തോറും കൂടിക്കൊണ്ടിരിക്കും, നമ്മൾ എവിടെയായിരിക്കും. വൺസ് നമ്മളതിൻ്റെ അകത്തായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇങ്ങനെയുള്ള ബാക്ക് റൂം കൺസെപ്റ്റ് എങ്ങനെയാണ് ഹൊററായി മാറിയെന്നാൽ, സാധാരണ ഹൊറർ എന്ന് പറയുമ്പോൾ ഇരുട്ടായിരിക്കും, വളരെ നിഗൂഢമായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ബാക്ക് റൂം അങ്ങനെയല്ല, യെല്ലോ കളറിൽ നല്ല ലൈറ്റ്സ് ഉണ്ടാവും. ഈ ലൈറ്റ്സിൻ്റെ ഒരു ഹമ്മിങ് ആയിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടല്ലോ, വളരെ അരോചകമായിട്ടുള്ളൊരു ശബ്ദം, ഇതായിരിക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുന്നത്. ഈ ബാക്ക് റൂംസിൽ മനുഷ്യരാരും ഉണ്ടാവില്ല. ബാക്ക് റൂംസിൽ ഉണ്ടാവുന്ന വളരെ വിചിത്രമായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള ഈ ജീവികളെയാണ് എൻറ്റിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രീപ്പി പാസ്റ്റ എന്താണ്, ബാക്ക് റൂംസ് എന്താണ്, എൻറ്റിറ്റീസ് എന്താണ്, ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് A24ന്റെ ഈ സിനിമയിലേക്ക് കിടക്കാം. അൺഫോർച്ചുനേറ്റ്ലി A24 സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിന് സബ് ടൈറ്റിൽസ് അവൈലബിൾ ഉള്ള. അപ്പോൾ ഇതുപോലുള്ള ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള, അതായത് എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാത്ത സിനിമകളാണെന്നുണ്ടെങ്കിൽ സബ് ടൈറ്റിൽ ഒരു പരിധി വരെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ A24 പടമാണ്, ഇതിൻ്റെ DCP റിലീസായപ്പോൾ തന്നെ ഇതിന് സബ് ടൈറ്റിൽ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഹൊറർ സിനിമകളൊക്കെ തുടങ്ങുന്ന പോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു 5 മിനിറ്റ് ആ ഒരു എന്താണ് അതിൻ്റെ ഒരു ഡേഞ്ചർ, ഈ ഒരു അപകടം എന്താണെന്നുള്ളതിനൊക്കെ ഒരു ഫൗണ്ട് ഫുട്ടേജ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പേഴ്സണലി എനിക്ക് ഫൗണ്ട് ഫുട്ടേജ് സീക്വൻസ് ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ അനോയിങ് ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് നമ്മൾ തിയേറ്ററിലൊക്കെ കാണുമ്പോൾ ഒരു ഒരു സ്ട്രെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഫൗണ്ട് ഫുട്ടേജ് സീക്വൻസ് വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് വരുന്നുണ്ട്, അതിനുശേഷം പിന്നെ ഒരു വലിയ എലാബറേറ്റ് ആയിട്ടൊരു ഫൗണ്ട് ഫുട്ടേജ് സീക്വൻസും വരുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ ഫൗണ്ട് ഫുട്ടേജ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു ഹൊറർ എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ബാക്ക് റൂം, അവിടെ എന്താണ് ഈ ക്യാരക്ടേഴ്സ് നടക്കാൻ പോകുന്നത്, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ എഫക്റ്റീവായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത വളരെ ചുരുക്കം ഫൗണ്ട് ഫുട്ടേജുകളാണ് ഈ സിനിമയിലുള്ളത്. തുടക്കത്തിൽ 5 മിനിറ്റ് എല്ലാ ഹൊറർ സിനിമകളും പോലെ തന്നെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് കാണിക്കുന്നു. പിന്നീട് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് പോകുന്നുണ്ട്. മെയിൻ ക്യാരക്ടേഴ്സിൽ മേരി പിന്നെ ക്ലാർക്ക്, ഇവർ രണ്ടുപേരാണ് ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ സൈഡ് ക്യാരക്ടേഴ്സ് 2-3 വരുന്നുണ്ട്, അവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ ഈ ക്ലാർക്ക് മേരിയും തമ്മിലുള്ള, അതായത് ക്ലാർക്കിൻ്റെ തെറാപ്പിസ്റ്റാണ് മേരി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ വരുന്നത്. ഈ സംഭാഷണമൊക്കെ ഈ സിനിമയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ സിനിമയുടെ തുടക്കത്തിൽ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള സംഭാഷണ കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ക്ലാർക്കിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും മേരി ആണെന്നുണ്ടെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ഒരു ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറയുന്ന പോലെ, ക്ലാർക്കിൻ്റെ കാര്യത്തിൽ ചൈൽഡ്ഹുഡ് അല്ല, പുള്ളിക്കാരൻ
ക്യാരക്ടറിൻ്റെ ഒരു ബിഹേവിയറലിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. അതിനുശേഷം ഈ മേരിയുടെ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഒരു പൈറേറ്റിൻ്റെ രൂപത്തിൽ ക്ലർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പൈറേറ്റിൻ്റെ രൂപത്തിലുള്ള ക്ലർക്ക് വരുന്നത് ആക്ച്വലി അതൊക്കെ ഈ സിനിമയുടെ ബാക്ക് റൂംസിലേക്ക് എത്തിക്കഴിഞ്ഞാലാണല്ലോ കഥ തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു ഫില്ലർ സീക്വൻസുകളാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഈ സിനിമയിൽ ഒരൊറ്റ സീൻ പോലും, ഒരു സിംഗിൾ സീനോ അല്ലെങ്കിൽ സിംഗിൾ ഡയലോഗോ പോലും അനാവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ പൈറേറ്റിൻ്റെ രൂപത്തിൽ സ്വന്തം കൊമേഴ്ഷ്യലിന് വേണ്ടി ക്ലർക്ക് ഒരു പരസ്യം അതൊക്കെ കാണിക്കുന്നതൊക്കെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കായിരിക്കും ഇതിൻ്റെ ഒരു ബാക്ക് റൂംസിൻ്റെ അകത്തേക്ക് ക്ലർക്ക് എത്തിപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് റൂംസ് എന്താണെന്ന് അറിയാൻ പറ്റുള്ള അയാളുടെ ഒരു ക്യൂരിയോസിറ്റി ഒരുപാട് നടക്കുന്നു എന്തൊക്കെയാണെന്നുള്ളത്. കാറ്റ് ആൻഡ് ബോബി എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ക്ലർക്ക് അതിൻ്റെ അകത്തേക്ക് പോയിട്ട് ക്യാമറയിലൂടെ ഒരു ഫൗണ്ട് ഫുട്ടേജ് സീക്വൻസ് എന്നുള്ളത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആ സീക്വൻസ് വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹൊറർ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. പിന്നീട് ഇതിൻ്റെ സെക്കൻഡ് ആക്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മേരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ ഒരു ബാക്ക് റൂംസ് ഇത് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആണ്. ഇതിൻ്റെ ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു പ്രത്യേക ഡയലോഗ് ഉണ്ട്. അതായത് ജീവിതത്തിൽ ഇതുവരെ ഒരു ഡോഗിനെ കാണാത്ത ഒരാളോട് ആ ഡോഗിനെ കുറിച്ച് പറയുകയും പറഞ്ഞതിന് ശേഷം ആ ഡോഗിനെ ഒന്ന് വരക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും. ബട്ട് ദ ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് അങ്ങനെയാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ജീവിതത്തിൽ ഇതുവരെ ഡോഗിനെ കാണാത്ത ഒരാളുടെ അടുത്ത് ഡോഗിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഡോഗിനെ വരക്കാൻ പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും. അതുപോലെ ആയിരിക്കും ഈ സിനിമ. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അവശേഷിപ്പിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും ആ ഒരു ക്രീപ്പി പാസ്റ്റ്, ആ ഒരു കൾച്ചർ, ഈ ബാക്ക് റൂംസ് റിലേറ്റഡ് ആയിട്ട് രണ്ടോ മൂന്നോ ഈ ബാക്ക് റൂം കൺസെപ്റ്റിനെ വെച്ചിട്ട് സീരീസും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക് റൂംസിനെ കുറിച്ചുള്ള ഒരു ഫാൻ തിയറി, അതിനൊക്കെയായിട്ടുള്ള വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനോടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധം ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഒരുപാട് ഫാൻസ് തിയറീസിനും നമ്മളുടെ തോട്ട്സ് അതങ്ങനെയാണോ ഇത് ഇങ്ങനെയാണോ എന്നൊക്കെ പറയുന്നത്. അതായത് വെറുതെ നമ്മൾ സിനിമ കണ്ട് പിന്നെ കൈയടിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഹൊറർ സിനിമയല്ല. ഒബ്സഷൻ പോലെ തന്നെ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന നമുക്ക് ഒരുപാട് ഫാൻസ് തിയറീസ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് പറയാനുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു കൈൻഡ് ഓഫ് അതായത് നമ്മൾ ആസ് എ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മളോടും കൂടി വളരെയധികം കണക്ട് ചെയ്യുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹൊറർ സിനിമയായിട്ടാണ് എനിക്ക് ബാക്ക് റൂംസ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ സിനിമയുടെ പെയ്ഡ് പ്രിവ്യൂ ഷോ ആണ് കണ്ടത്. അപ്പോൾ ഈ ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഈ സിനിമ ഇത് റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാക്ഡ് ഓഡിയൻസ് ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നു. വളരെ ചുരുക്കം സീറ്റുകളൊക്കെയാണ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ സിനിമ വീണ്ടും കാണാനായിട്ട് തോന്നി. കാരണം ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ രണ്ടാമത് കണ്ടു കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും നമ്മളുടെ ഈ ചാനലിൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നതായിരിക്കും. എക്സ്പ്ലനേഷൻ വീഡിയോയിൽ മാത്രമായിട്ട് ഒതുങ്ങില്ല, നമുക്ക് കുറച്ച് ഫാൻസ് തിയറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. കാരണം ഒരുപാട് സംസാരിക്കാനുള്ള ഒരു സിനിമയാണ് ബാക്ക് റൂംസ്. അപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല കിഡിലൻ ഹൊറർ സിനിമകൾ ഈ വർഷം ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. രസമുള്ളൊരു പടമാണ്, ചുമ്മാ കണ്ടിറങ്ങി പോകേണ്ടതല്ല. ഇങ്ങനെയൊക്കെ വരുന്ന ഹൊററാണ് ആക്ച്വലി എനിക്കിഷ്ടമാണ്. ഇങ്ങനെയുള്ള ഒബ്സഷൻ ഇപ്പോൾ ബാക്ക് റൂംസ് വരുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.